ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി സമൂസയാണ്. സമൂസ ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ട് ആരുമില്ല. പക്ഷേ ഇതൊരു സ്പെഷ്യൽ മസാലയാണ്. ഈ ഒരു മസാല തയ്യാറാക്കിയിട്ട് നിങ്ങളൊന്ന് സമൂസ ഉണ്ടാക്കി വെക്കുക. എപ്പോൾ ഒരേപോലത്തെ മസാല ഉണ്ടാക്കുന്നതിന് ഒന്ന് മാറ്റി പിടിച്ച് തയ്യാറാക്കുമ്പോൾ ഒരു വെറൈറ്റി അല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ ചൂടായ പാനിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സവാള, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, കറിവേപ്പില, മല്ലിയില, ഇത്രയും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ആദ്യം തന്നെ പച്ചമുളകും അതേപോലെ തന്നെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ തന്നെ 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയാണ് എടുത്തത്. അപ്പോൾ കൊണ്ട് ഒരു 10-12 സമൂസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു മസാലേനെ കൊണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായി വഴന്ന് കിട്ടണം, എന്നാൽ മാത്രമേ നമ്മുടെ മസാലയ്ക്ക് ശരിക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അധികം പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിലേക്ക് ഞാൻ ബീഫ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ബീഫ് ഞാൻ 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് 1 ഗ്ലാസ് വെള്ളത്തിൽ വേവിച്ചെടുത്ത ബീഫാണിത്. അപ്പോൾ ഈ ഒരു കുറച്ച് ഗ്രേവി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. എന്തായാലും ഗ്രേവി മാറ്റി വെക്കണം. ഇനി നമുക്ക് ഈ ഒരു ബീഫിനെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാനിത് ബീഫ് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നതാണിത്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിലുണ്ടായിരുന്ന ആ ഒരു വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വെള്ളം നമുക്ക് എന്തായാലും വേണം. അപ്പോൾ ഇതൊന്ന് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അതായത് ആ ബീഫിൻ്റെ സ്റ്റോക്കാണത്. അപ്പോൾ അതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് അതിനുണ്ടാകുക. അപ്പോൾ നിങ്ങൾ ബീഫ് നല്ല വേവുള്ള ബീഫൊക്കെ ആണെങ്കിൽ 1 ഗ്ലാസ് വെള്ളത്തിലൊന്നും അത് വെന്ത് കിട്ടില്ല. അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ കുറച്ച് ഗ്രേവി കിട്ടൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതും കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമുക്ക് ഇതിലേക്കുള്ള കുറച്ച് പൊടികൾ, അതായത് കാര്യമായിട്ടൊന്നുമില്ല, ആകെ 2 പൊടികൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. ഇതിൽ ഓൾറെഡി ഈ ബീഫിന് വേവിച്ച ആ ഒരു മസാലയും പിന്നെ ആ ഒരു വെള്ളം ഒഴിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല കിട്ടും. അപ്പോൾ ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ ഒരു മസാല വെച്ച് തയ്യാറാക്കി കൊടുക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. ബീഫ് ഇഷ്ടമുള്ളവർക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു മസാലയാണിത്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ഒരു വെള്ളം നല്ലോണം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. മസാലയിൽ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി. ഈ പൊടി മാത്രമേ വേണ്ടൂ, വേറെ ഒന്നും വേണ്ട. ഇനി അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് ഈ പൊടിൻ്റെ പച്ചമണം മാറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുരുമുളക് പൊടിയും ഗരം മസാലയും ഓൾറെഡി നല്ലൊരു ഫ്ലേവറാണ് ഉണ്ടാകുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് 1 ഇല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ഇതുവരെ മസാല ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും തയ്യാറാക്കി നോക്കണം. നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. ഇത് കസൂരി മെത്തിയാണ്. കസൂരി മെത്തി എന്ന് പറഞ്ഞാൽ ഉലുവയുടെ ഇല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷസിലെല്ലാം യൂസ് ചെയ്യുന്ന ഒരു ഇലയാണിത്. ഇത് ജസ്റ്റ് കൈകൊണ്ടൊന്ന് പൊടിച്ചു കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഇതിലൊന്ന് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്താളിയാൽ അധികം അതിട്ടിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മുടെ മസാല റെഡിയായി. ഇനി നമുക്കിത് സമൂസയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ സമൂസ ഷീറ്റാണ് എടുത്തത്. നിങ്ങളടുത്ത് സമൂസ ഷീറ്റ് ഇല്ലെങ്കിൽ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ നിങ്ങൾ മൈദപ്പൊടി കുഴച്ചെടുത്ത് ഇതേപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയിട്ട് സമൂസ ഷേപ്പിൽ മടക്കിയെടുത്താൽ മതി. അപ്പോൾ എൻ്റെ അടുത്ത് ഷീറ്റുള്ളതുകൊണ്ട് ഞാൻ ഷീറ്റിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിൻ്റെ മെയിൻ സമൂസേൻ്റെ ഈ ഒരു മസാല തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കോണോട് കോണ് മടക്കിയെടുക്കണം, ഇതുപോലെ കോണാക്കി എടുക്കണം. അപ്പോൾ ഹോൾസും ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കണം. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. ഓവർ മസാല വെക്കാനും പാടില്ല, തീരെ മസാല ഇല്ലാണ്ടാവാനും പാടില്ല. അത് ജസ്റ്റ് ഒന്ന് നമ്മൾ കൈകൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് മടക്കിയെടുക്കണം. അതായത് കോണോട് കോണാണ് മടക്കിയെടുക്കേണ്ടത്. ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. ഗ്യാപ്പ് ഉണ്ടായാൽ ഓയിലിട്ടിട്ട് നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് ഓയിൽ കയറും. ഇതേപോലെ ഇത് കണ്ടോ, ഇതേപോലെ നമ്മൾ ഓരോ കോണിലേക്കും ഗ്യാപ്പില്ലാണ്ട് മെല്ലെ മടക്കിയെടുത്ത് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ കുറച്ച് മൈദപ്പൊടി കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടി കലക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഒട്ടിക്കാതെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഹോളിലേക്ക് നമ്മൾ ഇതൊന്ന് തിരികെ കയറ്റി കൊടുത്താൽ മതി. പക്ഷേ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ നല്ല ഈസി ആയിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സമൂസ ഇവിടെ റെഡിയായി.
ഇനി നമുക്ക് അടുത്തത് അതേപോലെ തന്നെ തയ്യാറാക്കിയെടുക്കുക. അത് ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് കോണാക്കി എടുക്കുക. എന്നിട്ട് അധികം ഓവർ മസാല ഫില്ല് ചെയ്യാതെ കുറച്ചൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അമർത്തി കൊടുക്കുക കൈകൊണ്ട്. എന്നിട്ട് ഇതേപോലെ കോണോട് കോണ് മടക്കിയെടുക്കുക. കോണോട് കോണ് മടക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. അതിനനുസരിച്ചിട്ട് നല്ല വൃത്തിയിൽ മടക്കിയെടുക്കണം. ലാസ്റ്റ് വരുന്ന ഭാഗത്ത് മാത്രമായിട്ട് നമ്മുടെ ആ മൈദപ്പൊടീൻ്റെ മിക്സ് ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇതോട് കൂടിയിട്ട് നമ്മുടെ സമൂസ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ബാക്കി നമുക്ക് ആവശ്യമുള്ള അത്രയും മസാല തീരുന്നത് വരെയുള്ള സമൂസ ഞാൻ തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ കംപ്ലീറ്റ് തയ്യാറാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത്ര പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ സമൂസ കംപ്ലീറ്റ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടാകുന്ന സമയത്താണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സമൂസ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ ഒരു സമൂസ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിലൊന്നും ഇട്ടിട്ട് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നമുക്ക് സമൂസ ക്രിസ്പി ആയിട്ട് കിട്ടില്ല, നല്ലോണം ഓയിൽ കുടിക്കുകയും ചെയ്യും. അപ്പം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ ഒരു ഭാഗം ഇവിടെ ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറാകുന്ന സമയത്ത് തന്നെ നമുക്കിതെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ഈ ഒരു ഭാഗം ഏകദേശം റെഡിയായി. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത് ഇതിൻ്റെ അപ്പുറത്തെ ആ ഒരു ഭാഗം കൂടി ഒരു ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്കിത് ഓയിലിൽ നിന്നും കോരി മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. രണ്ട് ഭാഗവും നല്ലൊരു ബ്രൗൺ കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് ഓയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. അധികം ഓയിലിട്ട് വെക്കണ്ട. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ നമുക്ക് ഇത് കംപ്ലീറ്റ് കോരിയെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുഴുവൻ സമൂസയും ഇതുപോലെ തന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അപ്പുറപ്പുറം തിരിച്ചിട്ട് കൊടുത്ത് ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്കിത് ഓയിലിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് സമൂസയെ ഞാനിവിടെ പൊരിച്ച് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കും. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സമൂസയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ബീഫ് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെയല്ല മസാല തയ്യാറാക്കുന്നതെങ്കിൽ തീർച്ചയായും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ കസൂരി മെത്തിയെല്ലാം ഇട്ടിട്ടുള്ള നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. എല്ലാവരും ഇത് ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കുക. ഈ കസൂരി മെത്തി എവിടെയാണ് കിട്ടുകയെന്ന് അധിക വീഡിയോസിലും അത് ആഡ് ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട്. അധിക സൂപ്പർ മാർക്കറ്റിലുണ്ടാവും ഈ കസൂരി മെത്തി എന്ന് പറയുന്നത്. ഉലുവയുടെ ഇലക്കാണ് ഈ കസൂരി മെത്തി എന്ന് പറയുന്നത്. അപ്പം ഞാനിത് പറഞ്ഞു തരുന്നത് ഒരുപാട് കമൻസ് വരാറുണ്ട് ഈ കസൂരി മെത്തിയിട്ട് എന്താണ് ഈ കസൂരി മെത്തി എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ കസൂരി മെത്തി എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ എല്ലാം അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. നോർത്ത് ഇന്ത്യൻ ഡിഷസിൽ അധികം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ കസൂരി മെത്തി എന്ന് പറയുന്നത്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ വാങ്ങി വെക്കുക എന്നാണെങ്കിൽ നമ്മുടെ ഏതൊരു കറിയിലും, അതായത് ഏതൊരു കറിയിലും ഞാൻ ഉദ്ദേശിച്ചത് ചിക്കൻ കറി, മട്ടൻ കറിയെല്ലാം വെക്കും അത് കുറച്ചൊന്ന് ഇട്ട് കൊടുത്താൽ, അതേപോലെ പരിപ്പ് കറിയെല്ലാം വെക്കുമ്പോൾ അത് കുറച്ച് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ഈ ഒരു മസാല തയ്യാറാക്കിയിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സമൂസേൻ്റെ ഒരു സ്വീറ്റ് റെസിപ്പി കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്, സ്വീറ്റ് സമൂസ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.